ഒരു ഉസ്താദ് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ ഒരു പേരൻസ് ഒരു പെർമിഷനും ഇല്ലാതെ മദ്രസയിലേക്ക് കയറി വന്ന് അടിക്കുന്ന വീഡിയോ. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഉസ്താദന്മാരാരും ഇവിടെ ഉണ്ടാക്കമാറില്ല. നിങ്ങളെപ്പോലെ നല്ല സ്ട്രോങ് ആയ വ്യക്തികളാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കറാട്ടെ, സ്പോർട്സ്, അങ്ങനെ എക്സസൈസ് ഇങ്ങനെ തുടങ്ങി നല്ല പരിശീലനം കിട്ടിയ വ്യക്തികളാണ്. പക്ഷെ അങ്ങനെ റിയാക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സംസ്കാരമാണ്. അവർക്ക് തിരിച്ചു തല്ലാൻ സാധ്യമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, ദീനി പഠിപ്പിക്കുന്നത് പോലെ പോകുന്നവരായതുകൊണ്ടാണ്. പിന്നെ അങ്ങനെയുള്ള വീഡിയോസിൽ പോലും പല കമൻറ്റും ഞാൻ വായിച്ചു. ഇത് ഉസ്താദിന്റെ തെറ്റാണ്, ഉസ്താദ് മാനസിക അസ്വസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഓരോ പേരൻസിനെ അങ്ങനെ വിളിക്കേണ്ടി വരും. കാരണം നമ്മുടെ മക്കൾക്ക് നാം തല്ലുന്നില്ലേ, അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി, അവരെ ബുദ്ധിക്ക് വേണ്ടി തല്ലുന്നു, സ്നേഹത്തോടു കൂടി തല്ലുന്നു. തിരിച്ചവർ നമ്മളെ കൂടുതൽ സ്നേഹിക്കുകയാണ് ചെയ്യുക, അല്ലാതെ ഒരിക്കലും പക പിടിക്കുന്നില്ല. പക്ഷെ ഉസ്താദിനോട് അങ്ങനെ ഒരു കുട്ടിക്ക് പക പിടിക്കുകയാണെങ്കിൽ അതിന് കാരണം പേരൻസ് തന്നെ. സ്വന്തം ഉസ്താദിന് ശിഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ച ആ ഉസ്താദിനിക്ക് തൻ്റെ കുട്ടിയുടെ മുമ്പിൽ തന്നെ അടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിൽ ഉസ്താദിനോട് ബഹുമാനവും പേടിയും ഉണ്ടാവുക? അവരുടെ ഇസ്സത്തിനെ നമ്മൾ പറിച്ചു ചീന്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിനിക്ക് പോലും സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. ഒന്ന് ചിന്തിച്ചാൽ മതി, 1-2 കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാതെ നമ്മൾ അടിച്ചു പോകും. അപ്പോൾ 20-30 കുട്ടികളെ ഒറ്റ സമയത്ത് പഠിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന ഉസ്താദിന്റെ വേദന ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഇവിടെ തല്ല് കൊടുക്കാനോ തല്ലാനോ ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു സാഹചര്യം കൊണ്ട് അടിച്ചു എന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് ഉസ്താദ് നല്ല രീതിയിൽ ഒന്ന് ശകാരിച്ചാൽ അതിന് പെട്ടെന്ന് ദ്വേഷപ്പെട്ട് മദ്രസയിലേക്ക് കയറി വന്ന ഉസ്താദിനെ അടിക്കുകയാണെങ്കിൽ നാളെ പരലോകത്തും ഇഹലോകത്തും അതിൻ്റെ പ്രതിഫലം കൺമുമ്പിൽ കാണേണ്ടിയിരിക്കുന്നതിൽ യാതൊരു സംശയമില്ല. പണ്ടൊരു മയക്കുമരുന്നിൻ്റെ പ്രൊട്ടസ്റ്റിൽ ഒരു മാഷ് പ്രസംഗിച്ച ഒരു പ്രസംഗം ഓർമ്മ വരികയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പണ്ടൊക്കെ ഉസ്താദ് അടിച്ച കാരണം കൊണ്ട് പുറത്തു പോയി തല്ല് തിന്നാനൊന്നും ഇരയായി കൊണ്ടിരുന്നില്ല, അല്ലേ? പോലീസിൻ്റെ അടിയാണെങ്കിലും നാട്ടുകാരുടെ അടിയാണെങ്കിലും ഒന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതലും കുട്ടികൾ വഷളായി കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തോന്നിവാസത്തിലേക്കും മയക്കുമരുന്നിൻ്റെ കച്ചവടം, ഇങ്ങനെ ഒരുപാട് തമ്മാടി തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഉസ്താദന്മാരിൽ നിന്ന്, ഗുരുവര്യന്മാരിൽ നിന്ന്, ടീച്ചേഴ്സ്മാരിൽ നിന്ന് തല്ല് കിട്ടുന്നില്ല. കിട്ടിയാൽ അതിനേക്ക് പേരൻസ് ഇങ്ങനെയുള്ള പ്രവൃത്തിയുമായി മുന്നോട്ട് വരും എന്നുള്ള ഉറപ്പോടു കൂടിയാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, തുച്ഛമായ ശമ്പളം എടുത്തുകൊണ്ട് ചെറിയ സമയത്ത് കുട്ടികൾക്ക് അദബും അതുപോലെ തന്നെ അവരുടെ എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഉസ്താദന്മാരെ കണ്ടും കാണാത്ത പോലെ നടിക്കരുത്. അവരുടെ പരിശ്രമം കണ്ടും കാണാത്ത പോലെ നടിക്കരുത്. അവർക്ക് വേണ്ടി നാം സദാ പ്രാർത്ഥിക്കണം. അവരോടുള്ള ബഹുമാനം എന്നും ഉണ്ടാകണം. 1-2 കേസുകൾക്ക് വേണ്ടി നാം ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറ്റൊരു കമൻറ്റ് വായിച്ചു, പെട്ടെന്ന് ഇതിനൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഉസ്താദ് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന് മറുപടി എന്ന് വെച്ചാൽ, ഒരിക്കലും ഉസ്താദന്മാർ ചെറിയൊരു കാരണത്തിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്നവരല്ല. എവിടെയോ ഒരു സംഭവം നടന്നു എന്ന് വെച്ച് ഒരു വർഗത്തിനെ തന്നെ അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഒരിക്കലും ഒരു കേസ് അങ്ങനെ ഇവിടെ നടക്കൂല. ആത്മഹത്യ എന്നുള്ളതൊന്നും പരിഹാരവുമല്ല, ഉസ്താദന്മാർ അതിനേക്ക് മുതിരുന്നവരുമല്ല. എത്ര ചെറിയ ശമ്പളമാണെങ്കിലും എത്ര പ്രതിസന്ധികളാണെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ പഠിച്ചവർ തന്നെയാണ് ഉസ്താദന്മാർ. ഇൻഷാ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ